everyone. So നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പ്രിഫറൻസ് ഷെയർസ്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിലെ ഫസ്റ്റ് സോഴ്സ് ആയിരുന്നു റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 3 പ്രോബ്ലംസ് കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ചെറിയൊരു ടോപ്പിക്കാണ് റിഡംഷൻ ഓഫ് പാർട്ട്ലി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസ്. സോ ഇത് നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ടായിരുന്നതാണ്. പാർട്ട്ലി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസിനെ എന്താക്കണം, ഫുള്ളി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് പ്രോബ്ലം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് തന്നെയാണ് ഇതിനും പറയുന്നത്. പാർട്ട്ലി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം പ്രോബ്ലം ചെയ്യാം. വേറൊരു കേസ്, സെക്കൻഡ് കേസ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്വസ്റ്റ്യനിലെ 2 കാറ്റഗറീസ്, അതായത് പാർട്ട്ലി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസും ഫുള്ളി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസും തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു കൺസിഡർ ഓൺലി ഫുള്ളി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസ്. 2 കാറ്റഗറീസും തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട്ലി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നിൽക്കരുത്. അൺലെസ് ഇറ്റ് ഇസ് പ്രൊവൈഡഡ്, അല്ലെങ്കിൽ അൺലെസ് ഇറ്റ് ഇസ് ആസ്ക്ഡ് ഇൻ ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ പാർട്ട്ലി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസിന് അല്ലെങ്കിൽ ഫുള്ളി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് 2 കാറ്റഗറീസ് തന്നിട്ടുണ്ട്. ആൻഡ് അതിനെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ജസ്റ്റ് കൺസിഡർ ഫുള്ളി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസ്. ഫുള്ളി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസിനെ മാത്രമാണ് നിങ്ങൾ റിഡീം ചെയ്യാൻ പാടുള്ളൂ. പാർട്ട്ലി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസിനെ അതിൻ്റെ പാട് നോക്കി അവിടെ വെച്ചോണം, തൊട്ട് കളിക്കരുത്. ഓക്കെ, സോ അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അതൊന്ന് വായിക്കാം. ഇഫ് ദ പ്രിഫറൻസ് ഷെയർസ് ആർ പാർട്ട്ലി പെയ്ഡ്, they will have to be made fully paid before redemption. പാർട്ട്ലി പെയ്ഡ് പ്രിഫറൻസ് ഷെയർസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെങ്കിൽ അതിനെ ഫുള്ളി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസ് ആക്കുക. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് നോക്കൂ. ഇൻ കേസ് ദർ ആർ 2 കാറ്റഗറീസ് ഓഫ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്, one fully paid and another partly paid, and there is no instruction regarding redemption, only fully paid preference shares may be redeemed. 2 കാറ്റഗറീസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ആൻഡ് അതിനെ കുറിച്ചിട്ട് വേറെ ഒരു ഇൻസ്ട്രക്ഷൻ തന്നിട്ടില്ലെങ്കിൽ യു ഹാവ് ടു ഓൺലി റെഡീം ഫുള്ളി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസ്. പാർട്ട്ലി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസിന് തൊടാൻ പാടില്ല. പിന്നത്തെ കേസ് പറയുന്നത് എന്താണ്, കോൾസ് ഇൻ എരിയേഴ്സിന്റെ കേസാണ്. കോൾസ് ഇൻ എരിയേഴ്സും ഇതേപോലെ തന്നെയാണ്. കോൾസ് ഇൻ എരിയേഴ്സ്, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസിൽ കോൾസ് ഇൻ എരിയേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് അതിനെ കുറിച്ചിട്ട് ഒരു ഇൻസ്ട്രക്ഷൻസും തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 2 കേസ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. കോൾസ് ഇൻ എരിയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും തന്നിട്ടില്ലെങ്കിൽ അങ്ങനത്തെ കേസുകളൊന്നും കൺസിഡർ ചെയ്യാൻ പാടില്ല. ഓൺലി ഫുള്ളി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസ് മാത്രമാണ് നിങ്ങൾ റെഡീം ചെയ്യാൻ പാടുള്ളൂ. ക്വസ്റ്റ്യനിൽ ജസ്റ്റ് എന്താണ് പാർട്ട്ലി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസ് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഫുള്ളി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസ് ആക്കി കൺവേർട്ട് ചെയ്തതിന് ശേഷം പ്രോബ്ലം ചെയ്യാം. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, പേജ് നമ്പർ 72. ഞാനതൊന്ന് വായിക്കാം. എക്സാമ്പിൾ നമ്പർ 4 പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിന്റെ കേസാണ്. E Limited had 8,008% redeemable preference shares of ₹25 each, ₹20 called up. The company decided to redeem the preference shares at 5% premium by the issue of sufficient number of equity shares of ₹10 each, fully paid up at a premium of 10%. Past journal entries relating to redemption. സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള എക്സാമ്പിൾ നമ്പർ 3 പോലത്തെ പ്രോബ്ലം തന്നെയാണ്. ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം ആൻഡ് റിഡംഷൻ അറ്റ് പ്രീമിയത്തിന്റെ കേസാണ്. ഒരൊറ്റ ഡിഫറൻസേ ഉള്ളൂ. എന്താണ്, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് പാർട്ട്ലി പെയ്ഡ് അപ്പ് ആണ്. ₹25 ഫേസ് വാല്യൂ ഉള്ളതിന് ₹20 അവർക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പം ബാലൻസ് ഉള്ള ₹5 കിട്ടുന്നതായിട്ട്, അതായത് പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആക്കി കൺവേർട്ട് ചെയ്യണം. ഇവിടെ ആകെ കൂടിയിട്ട് ഒരു ടൈപ്പ് ഷെയർസ് പറഞ്ഞിട്ടുള്ളൂ, പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ്. സോ അത് കാരണം തന്നെ ആ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആക്കി കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ബാക്കിയുള്ളത്, അതായത് ആദ്യത്തെ 2 ജേർണൽ എൻട്രി ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ളത് നമ്മൾ എക്സാമ്പിൾ നമ്പർ 3 ചെയ്തിട്ടുള്ളത് തന്നെ ടൈപ്പാണ്. സോ ബാക്കിയുള്ള ജേർണൽ എൻട്രി നിങ്ങൾ അങ്ങനെ ചെയ്യാം. ഓക്കെ, ആദ്യത്തെ 2 ജേർണൽ എൻട്രി ഞാൻ പറഞ്ഞുതരാം. സോ പേജ് നമ്പർ 72 എക്സാമ്പിൾ നമ്പർ 4 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതിയെടുക്കുന്ന സമയത്ത് പുതിയൊരു ടോപ്പിക്കാണ്. സോ അത് കാരണം തന്നെ പുതിയ ടോപ്പിക്കിന് ഹെഡിങ് കൊടുക്കുക പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ്.
പേജ് നമ്പർ 72 എക്സാമ്പിൾ നമ്പർ 4 എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ജേർണൽ നമുക്ക് പാസ് ചെയ്യാം. ജേർണൽ എൻട്രി. സോ ഫസ്റ്റ് ജേർണൽ എന്ന് പറഞ്ഞിട്ട് എഴുതുക. One column for particulars, one column for amount, debit aspect and credit aspect. സോ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഫൈനൽ കോൾ കിട്ടാനുള്ള 5 രൂപ ഡ്യൂ ആണെന്ന് പറഞ്ഞിട്ട് കാണിക്കണം. സോ അത് കാണിക്കാൻ എന്തായാലും ജേർണൽ എൻട്രി. നമ്മൾ ജേർണൽ എൻട്രി ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ജേർണൽ എൻട്രി ഒക്കെ നല്ല രീതിയിൽ പഠിക്കുക. സോ ജേർണൽ എൻട്രി ഞാൻ പറഞ്ഞുതരാം. പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു 8% preference share capital account. Final call money due. Final call money due ആയിട്ടുള്ളതാണ്. എത്ര ഷെയർസ് ആണുള്ളത്? ക്വസ്റ്റ്യനിൽ നോക്കൂ. 8000 പ്രിഫറൻസ് ഷെയർസ് ആണ്. അതിന്റെ ഫേസ് വാല്യൂ 25. ജസ്റ്റ് റിസീവ് ചെയ്തിട്ടുള്ളത് 20 രൂപയാണ്. സോ എത്ര രൂപയാണ് ഇനി കിട്ടാനുള്ളത്? 5 രൂപ. സോ അങ്ങനെ 8000 ഷെയർസിന് 8000ന് 5 രൂപ വെച്ചിട്ട് 40,000 റുപ്പീസ് ആണ് ഫൈനൽ കോള് കിട്ടേണ്ടത്. ഓക്കെ, 40,000 റുപ്പീസ്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഈ 5 രൂപ വന്നിട്ടുള്ള എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? 25ൽ നിന്ന് 20 ലെസ് ചെയ്യുമ്പോൾ 25 ഫേസ് വാല്യൂ, 20 രൂപയാണ് കിട്ടിയിട്ടുള്ളൂ. സോ ഈ 5 രൂപ വന്നിട്ടുള്ളത് 25ൽ നിന്ന് 20 പോകുമ്പോൾ 5 രൂപയാണ് കിട്ടാനുള്ളത്. അങ്ങനെ 8000 പ്രിഫറൻസ് ഷെയർസിന് കിട്ടാനുണ്ട്. ഓക്കെ, സോ ആദ്യം നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് ചെയ്തു. ഇനി ആ എമൗണ്ട് കിട്ടണം. സോ കിട്ടണതിന്റെ ജേർണൽ എൻട്രി. അതിന്റെ ജേർണൽ എൻട്രി എങ്ങനെയാണ് വരിക? കാശ് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ഫൈനൽ കോൾ മണിയാണ് റിസീവ് ചെയ്യുന്നത്. സോ ടു പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. സെയിം എമൗണ്ട് തന്നെ 40,000 റുപ്പീസ് കിട്ടുന്നതായിട്ട് കാണിക്കണം. നരേഷൻ ചെയ്ത റിസീവിംഗ് ഫൈനൽ കോൾ മണി. സോ നമ്മുടെ എന്ത് കിട്ടി? പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിന് കിട്ടാനുള്ള, അതായത് 5 രൂപ കിട്ടാനുള്ളത് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിനെ വിളിക്കാൻ പാടില്ല. ഇനി അവരെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസിനെ വിളിക്കാൻ പാടുള്ളൂ. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് എക്സാമ്പിൾ നമ്പർ 3 പോലെ തന്നെയാണ്. ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം ആൻഡ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അറ്റ് പ്രീമിയം. സോ നിങ്ങൾ ആ ബാക്കിയുള്ള ജേർണൽ എൻട്രീസ് അങ്ങ് ചെയ്യാം. ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് പറയാം. 8000 ആണ് പ്രിഫറൻസ് ഷെയർസ്. റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണ്, 5% പ്രീമിയത്തിലാണ് ചെയ്യുന്നത്. ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് ഫണ്ട് റേസ് ചെയ്യുന്നത്. ഒരു ഇക്വിറ്റി ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയും 10% ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന്റെ പ്രീമിയം 10%. സോ ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി ആദ്യം പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആക്കിയതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് കാണിക്കണം. പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ എത്ര ഷെയർസ് ആണ് ഇനി ഇഷ്യൂ ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കണം. സോ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ടു ബി ഇഷ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻസർ ആയിട്ട് കിട്ടുക 20,000 ഷെയർസ് ആണ്. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. ഫോർമുല പഠിച്ചതിന് ശേഷം ചെയ്ത് നോക്കുക. 20,000 ഇക്വിറ്റി ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് കണ്ടെത്തുക. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 20,000 ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് കാശ് കിട്ടുന്നു. സോ ബാങ്ക് അക്കൗണ്ട് ഇഷ്യൂ ചെയ്യുന്ന ജേർണൽ എൻട്രി പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരും. ബാങ്ക് അക്കൗണ്ടിന്റെ നേർക്ക് 2,20,000 രൂപ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ നേർക്ക് 2 ലക്ഷം വരും.
സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് നേർക്ക് 20,000 രൂപ വരും. നിങ്ങളതൊന്ന് ചെയ്തു നോക്കുക, എന്നാലാണ് നിങ്ങളത് പഠിക്കുള്ളൂ. ഓക്കെ, ഓരോ കേസിന് എത്രയാണ് പ്രീമിയം? 2 പ്രീമിയം ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് റിഡംഷന്റെ പ്രീമിയം, പിന്നെ ഒന്ന് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന്റെ പ്രീമിയം. സോ അത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പ്രോബ്ലം ചെയ്താലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ പ്രോബ്ലം ഞാൻ പറയുന്നത് കേൾക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. അതല്ലെങ്കിൽ എക്സാം എഴുതുന്ന സമയത്ത് ഇതിൽ 2 പ്രീമിയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഷെയർസ് ഇഷ്യൂ ചെയ്തു. ഷെയർസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് എന്താണ്? പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യുന്നത്. പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നത്. സോ പ്രീമിയത്തിനുള്ള എമൗണ്ട് നമുക്ക് കിട്ടണം. എമൗണ്ട് കിട്ടാൻ ഓൾറെഡി ഫ്രഷ് ഇഷ്യൂ ചെയ്ത സമയത്ത് തന്നെ എന്ത് വരുന്നു? സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ആ റിസർവിൽ എമൗണ്ട് ഉണ്ടെങ്കിൽ, റിഡംഷൻ ആവശ്യമുള്ള പ്രീമിയത്തിനുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ എന്നല്ല ഉണ്ട്. സോ അതിൽ നിന്ന് തന്നെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. സോ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെക്റ്റഡ് ടു റിഡംഷൻ പ്രീമിയം എന്ന് പറഞ്ഞിട്ട് ജേർണൽ എൻട്രി വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് പ്രീമിയത്തിൽ റിഡീം ചെയ്യുന്ന ജേർണൽ എൻട്രി, ഫൈനലി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കാശ് കൊടുക്കുന്ന ജേർണൽ എൻട്രി. നിങ്ങളത് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് സോഴ്സ് ആണ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ ജസ്റ്റ് ഇത്രയേ പറയുന്നുള്ളൂ, ഡിവിസിബിൾ പ്രോഫിറ്റ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യേണ്ടത്. ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിവിഡൻഡിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റിനെയാണ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിന്റെ കുറച്ച് എക്സാമ്പിളുകൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കതൊന്ന് വായിക്കാം. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ബി റെഡീംഡ് ഔട്ട് ഓഫ് ഡിവിസിബിൾ പ്രോഫിറ്റ്സ്. ഡിവിസിബിൾ പ്രോഫിറ്റ് മീൻ ദ പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഡിവിഡൻഡ്. Examples of divisible or undistributed profit include general reserve, reserve fund, dividend equalization reserve, investment fluctuation reserve, insurance fund, workman compensation fund, workman accident fund, debenture redemption reserve, reserve for contingencies, revenue reserve, profit and loss statement balance, etc. സോ ഇങ്ങനത്തെ റിസർവ് ഒക്കെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതെങ്കിൽ വി ക്യാൻ യൂട്ടിലൈസ് ഇറ്റ് ഫോർ റെഡീമിങ് പ്രിഫറൻസ് ഷെയർസ്. ഡിവിസിബിൾ പ്രോഫിറ്റ് ആണ് ഇതൊക്കെ. ഈ പ്രോഫിറ്റ് നമുക്ക് പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. ഇനി ക്വസ്റ്റ്യനിൽ വേറൊരു ടൈപ്പ് ഓഫ് റിസർവ് അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് ഓഫ് പ്രോഫിറ്റും കൂടി കാണാൻ ചാൻസ് ഉണ്ട്. ആൻഡ് അതാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഡിവിസിബിൾ പ്രോഫിറ്റ് അല്ല, അല്ലെങ്കിൽ ദ പ്രോഫിറ്റ് ദാറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ആസ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത പ്രോഫിറ്റുകളെയാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ അതിന്റെ എക്സാമ്പിളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ക്യാപിറ്റൽ റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം റിസർവ്, ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട്, profit prior to incorporation, capital redemption reserve account, profit on redemption of debentures, profits on revaluation of assets and liabilities, development rebate reserve, investment allowance reserve, etc. ഇതൊന്നും എന്താണ്? ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷന് അവൈലബിൾ അല്ല. സോ ഈ ടൈപ്പ് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് റിസർവ് ഒക്കെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളതെങ്കിൽ ദിസ് കനോട്ട് ബി യൂസ്ഡ് ഫോർ റെഡീമിംഗ് പ്രിഫറൻസ് ഷെയർസ്. ഓൺലി ഡിവിസിബിൾ പ്രോഫിറ്റ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ റെഡീമിംഗ് പ്രിഫറൻസ് ഷെയർസ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റിലെ മെയിൻ പോയിന്റ് ആണ് CRR അക്കൗണ്ട് ക്രിയേഷൻ. ഓക്കെ, CRR അക്കൗണ്ട് ക്രിയേഷന്റെ ലീഗൽ പ്രൊവിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റില് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡിവിസിബിൾ പ്രോഫിറ്റ് മാത്രമാണ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ ഫോർ റെഡീമിംഗ് പ്രിഫറൻസ് ഷെയർസ് ഔട്ട് ഓഫ് പ്രോഫിറ്റില്. ആൻഡ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് വരുന്നതാണ് CRR അക്കൗണ്ട് ക്രിയേഷൻ. CRR അക്കൗണ്ട് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യുന്നത് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യുന്ന പ്രിഫറൻസ് ഷെയർസിന്റെ ഫേസ് വാല്യൂവിനോട് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്ന് CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെയാണ് CRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫേസ് വാല്യൂവിനോട് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ആണ് CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റ്. ഇനി റീസൺസ് ഫോർ ക്രിയേറ്റിംഗ് CRR എന്ന് നോക്കാം. സോ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നിങ്ങൾ ഇത് എഴുതിയാൽ മതി.
സേഫ്ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ആ പോയിന്റ് ഒന്ന് വായിക്കാം. The important purpose of creating CRR is to maintain the capital intact. By creating CRR, it is possible to protect capital structure and components of capital as it is. If much variation is taking place in components and volume of capital, business activities would be reduced. This causes dissatisfaction among shareholders. So the purpose of creating CRR is to safeguard the interest of shareholders. സോ നമ്മൾ പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഒരു 1,00,000 രൂപ പ്രിഫറൻസ് ഷെയർസ് ഉണ്ടെങ്കിൽ ആ 1,00,000 രൂപ നമ്മൾ റെഡീം ചെയ്യുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ കുറയും. അങ്ങനെ കുറയുന്ന സമയത്ത് ബിസിനസ് ആക്ടിവിറ്റീസ് ഒക്കെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് ഷെയർസിന്റെ വാല്യൂ, മാർക്കറ്റ് വാല്യൂ കുറയാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് എന്താണ്, ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ അത് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഈ പറഞ്ഞിട്ടുള്ള റിഡംഷൻ എഫക്റ്റ് ചെയ്യുന്നത് കാരണം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. സോ അങ്ങനെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡീം ചെയ്യുന്ന പ്രിഫറൻസ് ഷെയർസിന്റെ ഫേസ് വാല്യൂവിനോട് ഈക്വൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. സോ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അത് എഫക്റ്റ് ചെയ്യാത്തത് കാരണം തന്നെ എന്ത് സംഭവിക്കുന്നില്ല, ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്നു ഇല്ല. സോ ദ മെയിൻ പർപ്പസ് ഓഫ് ക്രിയേറ്റിംഗ് CRR ഈസ് ടു സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നതാണ് സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ്. എക്സ്റ്റേണൽ ആയിട്ടുള്ള ആൾക്കാരുടെയും കൂടിയും ഇൻട്രസ്റ്റ് CRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ സേഫ് ഗാർഡ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. The other reason for creating CRR is to protect the interest of creditors. If CRR is not credited, the directors may distribute the entire amount of profit by way of dividend. This will adversely affect the interest of creditors. So നമ്മൾ CRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ വേണ്ടി കമ്പനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് എന്ത് ചെയ്യും, ഡയറക്ടേഴ്സ് ഉള്ള പ്രോഫിറ്റ് ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് ക്രെഡിറ്റേഴ്സിനെ അത് അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യും. സോ CRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ബോത്ത് ഷെയർ ഹോൾഡേഴ്സിന്റെയും അതേമാതിരി ക്രെഡിറ്റേഴ്സിന്റെയും ഇൻട്രസ്റ്റ് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സേഫ് ഗാർഡ് പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു കേസിൽ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ മെയിൻ ആയിട്ട് കാണേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഡിവിസിബിൾ പ്രോഫിറ്റ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യുക. ആൻഡ് അതേമാതിരി തന്നെ ഇതിലൊരു സെപ്പറേറ്റ് അക്കൗണ്ട് CRR അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. CRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഫേസ് വാല്യൂവിനോട് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്ന്. അതാണ് നിങ്ങളിതിൽ മെയിനായിട്ട് പഠിക്കേണ്ട കാര്യം. ഇനി നമുക്കിതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ജേർണൽ എൻട്രീസ് ഒന്ന് നോക്കാം. ജേർണൽ എൻട്രീസ് 2 രീതിയിലാണ് പറയുന്നത്, റിഡംഷൻ അറ്റ് പാറും റിഡംഷൻ അറ്റ് പ്രീമിയം. സോ നമുക്ക് 2 കേസിലും എന്താണ്, പ്രിഫറൻസ് ഷെയർസ് പാറിൽ റെഡീം ചെയ്യുന്നതും പ്രിഫറൻസ് ഷെയർസ് പ്രീമിയത്തിൽ റെഡീം ചെയ്യുന്നതിൻ്റെയും ജേർണൽ എൻട്രി അറിയാം. സോ ഇതിലാകെ കൂടി നിങ്ങൾ പുതിയതായിട്ട് ഒരു ജേർണൽ എൻട്രി പഠിക്കുന്നത് CRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെയാണ്. സോ ക്രിയേഷൻ ഓഫ് CRR അക്കൗണ്ട് എന്നുള്ള ജേർണൽ എൻട്രി മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ക്രിയേഷൻ ഓഫ് CRR അക്കൗണ്ടിനുള്ള ജേർണൽ എൻട്രി ആണ് നോക്കുന്നത്. സോ സിമ്പിൾ ആയിട്ട് ഡിവിസിബിൾ പ്രോഫിറ്റ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, CRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഓർ ജനറൽ റിസർവ് യൂസ് ചെയ്യാം. ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു CRR account. This is the journal entry for creation of CRR account. ഈ ഒരു കേസിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ട ഒരൊറ്റ ജേർണൽ എൻട്രി ഉള്ളൂ. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡെറ്റർ ഓർ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു CRR അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജേർണൽ എൻട്രി ആണ് വരും. ഡിവിസിബിൾ പ്രോഫിറ്റ് ഏത് വേണമെങ്കിലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ജനറൽ റിസർവ് അക്കൗണ്ട് പകരമായിട്ട് എഴുതാം. ഡിവിസിബിൾ പ്രോഫിറ്റിന്റെ എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്.
സോ ഇത്രയാണ് CRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് കാരണം സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ആൻഡ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് CRR അക്കൗണ്ടിലേക്കാണ്. അല്ലെങ്കിൽ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത് ഏതാണ്? പുതിയൊരു റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത് CRR അക്കൗണ്ട് ആണ്. സോ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി എന്താണ്? പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യുന്ന ജേർണൽ എൻട്രി ആണ്. അത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. പാറിലാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കാണിക്കണം? എമൗണ്ട് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്നുള്ളത് കാണിക്കണം. എമൗണ്ട് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന സമയത്ത് പാറിൽ എങ്ങനെയാണ് കാണിക്കേണ്ടത്? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെക്റ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇനി റിഡംഷൻ പ്രീമിയത്തിലാണെങ്കിൽ നമുക്ക് 2 ജേർണൽ എൻട്രി ആണ് വരുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യണം? പ്രീമിയത്തിനുള്ള എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് കാണിക്കണം. സോ അതിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഓർ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെക്റ്റർ ടു റിഡംഷൻ പ്രീമിയം ഓൺ പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ പ്രീമിയം റിഡംഷൻ പ്രീമിയത്തിന് ആവശ്യമുള്ള ക്യാഷ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതായിട്ട് കാണിക്കണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രിഫറൻസ് ഷെയർസ് പ്രീമിയത്തിൽ റെഡീം ചെയ്യുന്ന ജേർണൽ എൻട്രി ആണ്. സോ അതിന്റെ ജേർണൽ എൻട്രി വരുന്നത് എങ്ങനെയാണ്? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെക്റ്റർ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ട് ഡെക്റ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് റിഡംഷൻ പ്രീമിയത്തിൽ ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കേസിലും പാറിലും പ്രീമിയത്തിലാണെങ്കിലും പിന്നെ വരുന്ന എന്താണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് ചെയ്യണം എന്നുള്ള ജേർണൽ എൻട്രി ആണ്. സോ രണ്ടെണ്ണത്തിനും സെയിം ആയിട്ടുള്ളത് തന്നെയാണ്. പേയ്മെന്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെക്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ജേർണൽ എൻട്രി വരും. സോ ഇതിൽ നമുക്ക് പുതിയതായിട്ട് പഠിക്കുന്നത് ആകെ കൂടിയിട്ട് ഈ ഒരു CRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമാണ്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള പേജ് നമ്പർ 74 എക്സാമ്പിൾ നമ്പർ 5 ആണ്. റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം ആണ്. ഞാൻ ആ പ്രോബ്ലം ഒന്ന് വായിക്കാം. The following extract from the balance sheet of Sun Limited as at 31/12/2020 is given to you. Share capital 10,000 equity shares of rupees 10 each 1 lakh, 10,008% preference shares of rupees 10 each 1 lakh rupees, capital reserve 50,000, general reserve 30,000, profit and loss surplus 85,000. The company exercised its option to redeem the preference shares on 1st January 2020. Give journal entries to record the redemption. സോ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഏത് സോഴ്സ് യൂസ് ചെയ്തിട്ടാണ് റെഡീം ചെയ്യുന്നത് പ്രിഫറൻസ് ഷെയർസ്. സോ സോഴ്സ് ക്ലിയർലി പറഞ്ഞിട്ടൊന്നുമില്ല. സോ സോഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? ദ സോഴ്സ് ഇസ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, റിഡംഷന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് റേസ് ചെയ്യുന്നത് ഔട്ട് ഓഫ് പ്രോഫിറ്റ്, ഡിവിസിബിൾ പ്രോഫിറ്റ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇവിടെ എത്രയാണ് പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യാനുള്ളത്? 10,008% പ്രിഫറൻസ് ഷെയർസ് ആണ്. പ്രിഫറൻസ് ഷെയർ, ഒരു പ്രിഫറൻസ് ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ്. റിഡംഷൻ ചെയ്യുന്നത് ഏതിലാണ്? പാറിലാണോ പ്രീമിയത്തിലാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ പാറിൽ തന്നെയാണ് എന്നാണ് വിചാരിക്കേണ്ടത്. ഓക്കെ, പ്രീമിയം ആയിരുന്നെങ്കിൽ പ്രീമിയത്തിന്റെ റേറ്റ് തന്നെയാണ്. സോ പ്രീമിയത്തിലല്ല, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അറ്റ് പാർ തന്നെയാണ്. സോ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അറ്റ് പാർ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കണം. ഇനി എന്താണ്? നമുക്ക് ജേർണൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ഫേസ് വാല്യൂവിനോട് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ എഴുതേണ്ടത് എക്സാമ്പിൾ നമ്പർ 5 എന്ന് പറഞ്ഞിട്ടുണ്ട്, പേജ് നമ്പർ 74. അതിൽ ആദ്യം എഴുതേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമൗണ്ട് പേയബിൾ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. എമൗണ്ട് പേയബിൾ ഇവിടെ ഫേസ് വാല്യൂ തന്നെയാണ് വരുന്നത്. ഫേസ് വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് തന്നെയാണ് വരുന്നത്. സോ അത് ഈക്വൽ ടു എത്രയാവും വരിക? 10,000 പ്രിഫറൻസ് ഷെയർസ് ആണ്.
ഒരെണ്ണത്തിന് 10 രൂപ വെച്ചിട്ടാണ് ഫേസ് വാല്യൂ വരുന്നത്. സോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാവും? 1 lakh rupees ആണ് വരുന്നത്. ഓക്കെ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട ഈ എമൗണ്ട് തന്നെയാണ് പ്രിഫറൻസ് ഷെയർസിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ഈ ഫേസ് വാല്യൂവിനോട് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട്, ഈ ഫേസ് വാല്യൂവിനോട് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് തന്നെയാണ് CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതിൽ നിന്നൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്നാണ് CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ നോക്കൂ, നിങ്ങൾക്ക് ഡിവിസിബിൾ പ്രോഫിറ്റ് ആയിട്ട് ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? ജനറൽ റിസർവും പ്രോഫിറ്റ് ആൻഡ് ലോസും ആണ് ഇവിടുത്തെ ഡിവിസിബിൾ പ്രോഫിറ്റ് ആയിട്ടുള്ളത്. ക്യാപിറ്റൽ റിസർവ് ഡിവിസിബിൾ പ്രോഫിറ്റ് അല്ല. ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്. സോ ജനറൽ റിസർവിൽ നിന്നും പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് ഫണ്ട് CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, സോ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എത്ര എമൗണ്ട് ഉണ്ടെന്ന് നോക്കൂ. 85,000 rupees ഉണ്ട്. ആൻഡ് ജനറൽ റിസർവിൽ 30,000 ഉണ്ട്. നമുക്ക് ആകെ കൂടി 1 ലക്ഷമാണ് ആവശ്യമുള്ളൂ. സോ പ്രോഫിറ്റ് ആൻഡ് ലോസിലുള്ള 85,000 rupees എടുക്കാം. ബാലൻസ് 1 lakhനുള്ളത് ജനറൽ റിസർവിലേക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് 85,000 ഉണ്ട്, അതെടുത്തു. ബാലൻസ് 1 ലക്ഷം ആവാൻ എത്രയുണ്ടാവും? 15,000 വേണ്ട. ആ 15,000 ജനറൽ റിസർവിന് എടുത്താൽ മതി. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ജേർണൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. സോ ഫസ്റ്റ് നമ്മുടെ എൻട്രി എന്താണ് വരിക? ഫസ്റ്റ് നമുക്ക് CRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. CRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളിവിടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും അതേമാതിരി തന്നെ ജനറൽ റിസർവും യൂസ് ചെയ്തുകൊണ്ടാണ്. സോ നമ്മുടെ ജേർണൽ എൻട്രി വരിക പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നാണ് കൊടുത്തേക്കുന്നത്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ, പിന്നെ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു CRR അക്കൗണ്ട്. ഓക്കെ, സോ ജസ്റ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ജനറൽ റിസർവ് അക്കൗണ്ടിൽ നിന്നും CRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. സോ നരേഷൻ വരുന്നത് ക്രിയേഷൻ ഓഫ് CRR എന്ന് പറഞ്ഞിട്ട് നമ്മൾ നരേഷൻ എഴുതും. ഇനി ഇതിന്റെ എമൗണ്ട് എഴുതണ്ടേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ 85,000 ആണ് ഉള്ളത്. ആ 85,000 എടുത്തു. ബാലൻസ് 1 ലക്ഷം രൂപയാവാൻ നമുക്ക് എത്ര വേണം? 15,000 കൂടി വേണം. സോ ജനറൽ റിസർവിൽ മൊത്തം 30,000 ഉണ്ട്. 30,000 നിന്ന് നമ്മൾ 15,000 എടുക്കുന്നു. CRR അക്കൗണ്ട് അപ്പോൾ 1 ലക്ഷത്തിന്റെ ക്രിയേറ്റ് ചെയ്തു. CRR അക്കൗണ്ടിൽ നമ്മൾ എപ്പോഴും ഫേസ് വാല്യൂവിനോട് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസിന്റെ ഫേസ് വാല്യൂവിനോട് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ 1 lakh ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം. ഇനി അടുത്ത എന്താണ്? ഇനി നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കേസ് തന്നെയാണ്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അറ്റ് പാർ. ഓക്കെ, നമുക്ക് എമൗണ്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യാൻ വേണ്ട. അതിന് ആദ്യത്തെ ജേർണൽ എൻട്രി എന്താ വരിക? എമൗണ്ട് ഡ്യൂ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണ് കാണിക്കേണ്ടത്. എമൗണ്ട് ഡ്യൂ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇവിടെ എത്ര പെർസെൻറ്റേജിന്റെ പ്രിഫറൻസ് ഷെയർസ് ആണ്? 8% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എമൗണ്ട് ഡ്യൂ കാണിക്കുന്നു. എമൗണ്ട് ഡ്യൂ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്
എത്രയാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10,000 പ്രിഫറൻസ് ഷെയർസിന് 10 രൂപ വെച്ചിട്ട്. സോ 1 lakh rupees ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. 1 lakh rupeesനുള്ള പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് 1 lakh rupees കൊടുക്കേണ്ടതാണ്. സോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ട് എന്നുള്ളത് കാണിക്കാനാണ് ഈ ഒരു ജേർണൽ എൻട്രി. ഇനി എന്താണ്, ഇനി നമുക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. സോ ഇത് സിംപ്ലി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് account connected to bank account. Okay, 1 lakh rupees കൊടുക്കണം. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. സിംപ്ലി നമ്മൾ പുതിയതായിട്ട് ഇപ്പൊ ചെയ്യുന്ന ഒരു CRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. CRR അക്കൗണ്ട് ഫേസ് വാല്യൂ, നമ്മൾ എത്ര പ്രിഫറൻസ് ഷെയർസ് ആണോ റെഡീം ചെയ്യുന്നത് അതിന്റെ ഫേസ് വാല്യൂവിനോട് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ആണ് CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ആൻഡ് CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്നാണ്. സോ വി ആർ യൂട്ടിലൈസിങ് ദ ഡിവിസിബിൾ പ്രോഫിറ്റ് ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, 1 ലക്ഷം രൂപ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് 85,000, അതേമാതിരി ജനറൽ റിസർവിൽ നിന്ന് 15,000 രൂപയും കൂടി എടുത്തിട്ട് ആ 1 ലക്ഷം രൂപ തികച്ചു. ക്യാപിറ്റൽ റിസർവ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യില്ല, ബിക്കോസ് ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ പ്രോഫിറ്റ്. അത് കാരണം തന്നെ നമ്മൾ ക്യാപിറ്റൽ റിസർവ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് റിഡംഷൻ ചെയ്യില്ല. ഓൺലി ഡിവിസിബിൾ പ്രോഫിറ്റ്സ് ആർ യൂട്ടിലൈസ്ഡ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ആൾ.